ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ്. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ശ്രീരാം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് വേറെ സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്തവർക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം. നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അലൈറ്റ് മോഷനിലാണ് നമ്മളിത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അലൈറ്റ് മോഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓഡിയോ ചെന്നിട്ട് വ്യൂ ഓൾ കൊടുക്കാനകത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സോങ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോങ് ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം സോങ്ങിൻ്റെ ലെങ്ത് എന്തുമാത്രം വേണം നോക്കുക. അതിനു മുമ്പായിട്ട് നമുക്ക് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ ബീറ്റ് മാർക്കിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓരോ ലിറിക്സും കൊടുക്കുന്നത്. ബീറ്റ് മാർക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലിറിക്സ് ഇവിടെ വെച്ച് കട്ടാകണം. അതിന് വളരെ ഈസി ആയിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യമുള്ള അത്ര എഡിറ്റ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ആദ്യം തന്നെ ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്ന ശേഷം നമ്മളൊരു ഗ്രീൻ ലെയർ വീഡിയോ ആണ്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് കിട്ടാത്തൊരു VPN കണക്ട് ചെയ്യുക. അതിനുശേഷം ആ വീഡിയോ ലെങ്ത് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സോങ്ങിൻ്റെ ലെങ്ത് എത്തിയിട്ട് എക്സസ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സോങ് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് നിൽപ്പുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇങ്ങനെ കാണാൻ സാധിക്കുക. ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതായത് വീഡിയോ മുകളിലും താഴെ ഫോട്ടോയും ആകുന്ന രീതി വെച്ച ശേഷം വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് കൊടുക്കുക. BR എന്ന് കൊടുക്കുക. ബ്രൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അത് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് കോൺട്രാസ്റ്റ് കാണുന്നത് താഴെ കൊടുത്തേക്ക് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡിൽ കാണുന്ന ആ വൈറ്റ് ബ്ലർ എഫക്റ്റ് മാറാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് താഴെ ആ ഗ്രീനിൻ്റെ സൈഡിൽ കാണുന്നത്. അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാ കീ എന്ന് കൊടുക്കുക. CHR എന്ന് കൊടുക്കുക. ക്രോമാ കീ CHR എന്ന് കൊടുക്കുക. ക്രോമാ കീ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അത് ആഡ് ചെയ്ത ശേഷം അതിനകത്ത് ക്രോമാ കീ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇന്നത്തെ കീ കളറുണ്ട്. കീ കളർ ഓൾറെഡി ഗ്രീനായി കിടക്കുന്നത്. ഒന്നുകൂടി ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ട് ട്രഷോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുക. കുറച്ചൊരു 2000 വെക്കുക. 2000 വെക്കാതെ കറക്റ്റ് നമുക്ക് ഫോട്ടോ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ? അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോയുടെ മൂവ് ട്രാൻസ്ഫർ ഉപയോഗിച്ച് നമുക്ക് സൂം ഓപ്ഷൻ ഉണ്ടല്ലോ, മൂന്നാമത്തെ കൊടുത്തേക്ക് അത് ഉപയോഗിച്ച് മാക്സിമം ഫോട്ടോ ചെറുതായി കൊടുക്കുക. കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. ഫോട്ടോ വളരെ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് കൊടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ടാണ് ടൈൽസ് എന്ന് കൊടുക്കുക. TIL എന്ന് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് മിററും കൂടി ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫോട്ടോയും എല്ലാം സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവുകയാണ്. ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് നമ്മൾ കോഡ് FM ആപ്ലിക്കേഷൻ വേണം എഴുതി കൊടുക്കണം. അതായത് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ മലയാളം കീബോർഡ് ഉപയോഗിച്ച് ഇവിടെ എഴുതി കൊടുക്കരുത്. നമ്മൾ കോഡ് FM എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് എഴുതി കൊടുത്താലേ കറക്റ്റ് ഫോണ്ട് ലഭിക്കത്തുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് മലയാളത്തിൽ ഫസ്റ്റത്തെ ലിറിക്സ് കൊടുക്കുക. അതിങ്ങനെ കോഡ് കോപ്പി എടുക്കുക. ബ്ലൂ കളർ ഉണ്ടല്ലോ, അത് കോപ്പി എടുത്തിട്ട് അലൈറ്റ് മോഷൻ എടുക്കുക. സ്റ്റാർട്ടിങ് വന്ന് നമ്മൾ ടെക്സ്റ്റ് എഴുതി കൊടുക്കാൻ പറ്റരുത് വന്നിട്ട് ആ കോഡ് ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ കറക്റ്റ് ഫോണ്ട് ലഭിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അതിനുശേഷം മുകളിൽ അത് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക.
ഫോണ്ട് യൂസ് ചെയ്ത് കൊടുക്കുക. അതിനകത്തെ കളർ പ്യുവർ വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക. പ്യുവർ വൈറ്റ് ആക്കി കൊടുത്ത ശേഷം 18 PT കാണുന്നുണ്ടല്ലോ, 18 PT കാണുന്നുണ്ടല്ലോ, അത് സൈസാണ്. ആവശ്യാനുസരണം സൈസ് ഇങ്ങനെ കൂട്ടി കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ഡൗൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ്, അതായത് ലിറിക്സ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചനുസരിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. കൊടുത്ത ശേഷം നമ്മൾ ആദ്യത്തെ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക. താഴെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക. ഇതിന് നമുക്ക് എഫക്റ്റ് കൊടുക്കണം. ഈ എഫക്റ്റ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എഫക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. 6-ാം തീയതിയിലെ ടെക്സ്റ്റ് എഫക്റ്റ് അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുത്തിട്ട് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എഫക്റ്റ് മുഴുവൻ കോപ്പി ആവും. കോപ്പി ആയതിനു ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മുകളിൽ കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ആഡായിട്ട് വരുന്നതായിരിക്കും. കാണുന്നുണ്ടല്ലോ, നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ലഭിച്ചു. അതിനുശേഷം ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക്, അതായത് നമ്മൾ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് മാർക്കിന് ഇട്ടിട്ടുണ്ട് ഓരോ ലിറിക്സിന് വേണ്ടിയുള്ള, അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ ലിറിക്സായിട്ട് വിചാരിക്കുക, ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ഇതിനകത്ത് ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാ ലിറിക്സ് എഴുതി കൊടുക്കേണ്ടത് കോഡ് ഓഫ് എമ്മിലായിരിക്കണം. കോഡ് ഓഫ് എമ്മിൽ ഇല്ലാതെ ഇവിടെ എഴുതി കൊടുത്താൽ എങ്ങനെ വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞു തരാം. കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം ആദ്യം സെക്കൻഡ് ലിറിക്സ് മുതൽ നമുക്ക് കോഡ് ഓഫ് എം വെച്ചില്ല. കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം എഡിറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റത്തെ ലിറിക്സ് ആയിരിക്കും കിടക്കുന്നത്, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കോഡ് ഓഫ് എമ്മിൽ എടുക്കുക. കോഡ് ഓഫ് എമ്മിൽ എടുത്ത ശേഷം സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതി കൊടുത്ത ശേഷം താഴെ കാണുന്ന ബ്ലൂ കളർ ക്ലിക്ക് ചെയ്യുന്നത് കോഡ് കോപ്പി ആകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷനൊക്കെ ടെക്സ്റ്റ് എടുത്ത ശേഷം ഇവിടെ വന്നാൽ കോഡ് ഇങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ലിറിക്സ് ഇവിടെ കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് 3ാമത്തെ ലിറിക്സാണ് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുത്ത് എങ്ങനെ വ്യത്യാസം വരുന്ന കാണാം. നമുക്കിവിടെ 3ാമത്തെ ലിറിക്സ് എന്ന് വിചാരിച്ച് ഇവിടെ മലയാളത്തിൽ കൊടുക്കാമെന്ന് വിചാരിക്കുക. മലയാളത്തിൽ ഇവിടെ ശ്രീരാഗം എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോണ്ട് ലഭിച്ചു. ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം കോഡ് ഓഫ് എമ്മിൽ തന്നെ നമുക്ക് ഈ സെയിം ലിറിക്സ് തന്നെ എഴുതി കൊടുക്കുക. കോഡ് ഓഫ് എമ്മിൽ എടുക്കുക. കോഡ് ഓഫ് എമ്മിൽ എടുത്ത ശേഷം അവിടെ ശ്രീരാഗമോ എന്ന് ഫസ്റ്റത്തെ ലിറിക്സ് എഴുതി കൊടുക്കുകയെന്ന് വിചാരിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ശ്രീരാഗം എന്ന് കൊടുത്തു. അതിനുശേഷം കോഡ് ഇങ്ങനെ കോപ്പി എടുത്തു. കോഡ് കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുത്തിട്ട് ശേഷം അവിടെ വന്നിട്ട് കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോഡ് കോപ്പി എടുത്തു, അലൈറ്റ് മോഷൻ എടുക്കുക. അതിനുശേഷം ഈ സെയിം സ്ഥലത്ത് തന്നെ ഞാൻ പേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം ഒരെണ്ണത്തിനകത്ത് ഇവിടെ എഴുതി കൊടുത്തത് മറ്റത് കോഡ് ഓഫ് എമ്മിൽ എടുത്താണല്ലോ. ഇങ്ങനെ കറക്റ്റായിട്ട് കോഡും പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് മാറ്റി കാണാൻ സാധിക്കും. മുകളിൽ കൊടുത്തത് ഇവിടെ എഴുതി കൊടുത്തതും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കോഡ് ഓഫ് എമ്മിൽ എഴുതി കൊടുത്തത് വ്യത്യാസം കാണുന്നുണ്ടല്ലോ. അതിനാണ് നമ്മൾ കറക്റ്റ് ഫോണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇത്ര പറഞ്ഞ് മനസ്സിലായി എന്തിനാണ് കോഡ് ഓഫ് എമ്മിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണ്. അതിനുശേഷം നമുക്കിനി ഇതിനകത്ത് ഒരു ടെംപ്ലേറ്റ് ഒരു സിമ്പിൾ സ്റ്റാർ ഫീൽഡിൻ്റെ എഫക്റ്റ് ആഡ് ചെയ്ത് പോവാണ്. അതായത് ഒരു എഫക്റ്റ് നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടവർക്ക് മനസ്സിലാക്കാം. മുകളിലൊരു മഴത്തുള്ളി വീഴുന്നൊരു എഫക്റ്റ്. അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്യിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഗ്രീൻ ലെയർ വീഡിയോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്ത ശേഷം ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ സെർച്ച് ബാറിൻ്റെ ഇവിടെ സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എന്ന് കൊടുക്കുക, SIM എന്ന് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ അതും സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ എടുത്ത ശേഷം Xഉം Y സെൻറ്റും കാണുന്നത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ കീസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 200ൻ്റെ മുകളിൽ വെക്കാൻ തന്നെ നമുക്ക് ഒരു എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്കത് വീഡിയോ പ്ലേ ചെയ്യുന്നത് ഒരു സിമ്പിൾ സ്റ്റാർ ഫീൽഡിൻ്റെ എഫക്റ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. പറഞ്ഞ് മനസ്സിലല്ലോ. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.